ചെയ്തു. That's what it was. So I was not aware of anything. Like എങ്ങനെയായിരിക്കും സിനിമയാ ചെയ്യുന്നത്, ഹിറ്റുണ്ട് ഫ്ലോപ്പ് ഉണ്ട്, ഹിറ്റായി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ റെസ്പോൺസ്. സോങ് റിലീസിൻ്റെ സമയത്ത് ഞാൻ ഡൽഹിയിലായിരുന്നു. അപ്പോൾ എനിക്ക് അത് അത്രയ്ക്ക് ഹിറ്റായില്ല. അത് എത്ര പോപ്പുലറായി, എങ്ങനെയാണ് ആൾക്കാർ റെസ്പോണ്ട് ചെയ്യണത്, അതൊന്നും ഞാൻ അറിഞ്ഞില്ല. But yeah, so I think I was a very naive പാവം കുട്ടി. പക്ഷെ ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലോ. നീലത്താമര സോങ് ഭയങ്കര ഹിറ്റ് ആയിപ്പോയി അല്ലേ? ആദ്യം തന്നെ സോങ് ആണ് ഹിറ്റ് ആയിപ്പോയത് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പം വന്നിരിക്കുന്ന ഒരുപാട്, അത് കഴിഞ്ഞിട്ട് മലയാളം മാറി, തമിഴായി, ഹിന്ദി ആയി, കന്നഡയിലേക്ക് പോയി അല്ലേ? കുറെ ഭാഷകളിലേക്ക് മാറി. ഇപ്പം വന്നിരിക്കുന്നത് തെലുങ്ക് ആയിരുന്നു. ഓൾറൈറ്റ്, അപ്പൊ ഇനി കന്നഡയിലേക്ക് ഇങ്ങനെ ചാൻസ് കിട്ടട്ടെ അല്ലേ? ആഗ്രഹമില്ലേ? അതെ, ആരെങ്കിലും കാണുന്ന ആരെങ്കിലും ഒന്ന് കന്നഡയിലേക്ക് ഒരു നല്ലൊരു മൂവി കിട്ടാൻ, അല്ലെങ്കിൽ സീരിയൽ ആണെങ്കിലും പോരെ? സീരിയൽ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ? എന്താ ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ സീരിയലിന്റെ വിശേഷം അറിയാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയുണ്ട് ഈ സീരിയലിലേക്ക് വന്നപ്പോഴത്തേക്ക്? രാജാറാണിയാണോ റാണി രാജ? യെസ്, ഇനി പെണ്ണുങ്ങളുടെ റാണികളുടെ ആണ് കാലം. റാണികളുടെ കാര്യം അതുകൊണ്ട് മാറിയല്ലേ റാണി രാജ. ഇപ്പം ലേഡീസ് ആണല്ലോ അല്ലെ പ്രിഫറൻസ് കൊടുക്കുന്ന എല്ലായിടത്തും എന്ന് പറയാം. മേ ബി അല്ലേ? എത്തിയിട്ടില്ല, പക്ഷെ എന്നാലും പക്ഷെ അത് കേൾക്കുമ്പം, അതായത് റാണി രാജ എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ലൈക്ക് സ്റ്റോറി വേറെ ഒരു പീരിയഡ് ഫിലിം പോലെ. പക്ഷേ ഇന്നലെ കണ്ടപ്പോഴത്തേക്കും അർച്ചനയുടെ ലെവല് വേറെ ആയിരുന്നു. ഭയങ്കര ഗെറ്റപ്പ് വേറെ, ലൈക്ക് എന്താ പറയാ, ഒരു റൗഡി ബേബി പോലെ. ക്യാരക്ടർ അങ്ങനെ തന്നെയാണോ? സ്വീറ്റ് ആണോ? അതെയോ? കുറച്ച് ബോൾഡ് ആണ്, കുറച്ച് സ്വീറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആവശ്യമുള്ളിടത്ത് മാത്രം. പക്ഷെ ജുവലില്ലേ, മമ്മി ആൻഡ് മീയുടെ ജുവല്, ആ ക്യാരക്ടർ വലുതായാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഓൾമോസ്റ്റ് അങ്ങനെ. വെരി ബോൾഡ്, ഷീസ് ഒപ്പീനിയൻ ഉണ്ട്, ചില കാര്യങ്ങളൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല, എന്നാലും എനിക്ക് ഇടപെട്ടേ പറ്റൂ, പറഞ്ഞിട്ടേ പോകുള്ളൂ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ബിഗ് സ്ക്രീനിൽ നിന്നു പെട്ടെന്ന് സീരിയലിലേക്ക് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് വന്നത്. എനിക്ക് തോന്നുന്നു 8 വർഷത്തോളം ഗ്യാപ്പ് ഇട്ടിട്ടാണ് സീരിയലിലേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് സീരിയലിലേക്ക്? ഞാൻ ഫിലിംസ് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ് വെബ് സീരീസ്, ലൈക്ക് ഡിജിറ്റൽ യൂട്യൂബ്. ദാറ്റ്സ് ലൈക്ക് സം അതർ സ്പേസ് ഓൾ ടുഗെദർ. അത് ചെയ്തു. പിന്നെ ഒരു വെബ് സീരീസ് 2-3 എഴുതി, 2 അഭിനയിച്ചു, ഒരെണ്ണം എഴുതി ഡയറക്റ്റ് ചെയ്തു. സോ ഞാൻ കംപ്ലീറ്റ്ലി മാറി നിന്നിട്ടില്ല. ബട്ട് നമ്മൾ പറയില്ല, സിനിമ കാണുന്ന ഓഡിയൻസ് അല്ലായിരിക്കും ചിലപ്പോൾ ഡിജിറ്റൽ വെബ് സീരീസ് ഫോളോ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി. സീരിയൽ കാണുന്ന ഓഡിയൻസ് വേറെ ഒരു ഏജ് ഗ്രൂപ്പും വേറെ ഒരു ചിന്തയുള്ള ആൾക്കാരാണ്. സോ ഐ തിങ്ക് ആസ് എൻ ആർട്ടിസ്റ്റ്, ഇഫ് ഐ ക്യാൻ എന്റർടൈൻ all 3 people, audience, yes, I think I'll be little, it's a challenge അല്ലേ? എല്ലാവരുടെ മനസ്സിലും നമുക്കൊരു ഇടം നേടാൻ പറ്റില്ല. ഇപ്പൊ പ്രായമായിട്ടുള്ളവർ മുതൽ കുഞ്ഞു പിള്ളേർ മുതൽ ഏറ്റവും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വരെ സീരിയൽസ് ഇപ്പൊ എല്ലാവരും കാണുന്നതാണ്. ഇപ്പൊ എല്ലാവരുടെ മുമ്പിൽ നമുക്ക് പെട്ടെന്നൊരു ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ? സീരിയലിൽ എങ്ങനെയാണ് ലൈക്ക് അവിടുത്തെ കുറെ ആദ്യമായിട്ടല്ലേ സീരിയൽ ലൊക്കേഷൻ? ഡെഫിനറ്റ്ലി ഞാൻ ഇപ്പം ഭയങ്കര ഫ്രഷ് ആണ്. ഇപ്പൊ എന്നോട് സീരിയൽ എക്സ്പീരിയൻസ് ചോദിച്ചാൽ നമ്മൾ അത്രയും ഷൂട്ട് ചെയ്തിട്ടില്ല എനിക്ക് പറയാൻ. നമ്മളിപ്പോൾ തുടങ്ങിയല്ലേ ഉള്ളൂ, ടെലികാസ്റ്റും തുടങ്ങിയുള്ളൂ. ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് സെറ്റിൽ പോകാൻ ഇഷ്ടമാണ്. അതിൽ കണ്ട ഒരു കാര്യമാണ് അർച്ചന ഭയങ്കര കോപ്പറേറ്റീവ്. ഞാൻ ഇന്നലെ 2 ദിവസം മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ട് അർച്ചന ലൈറ്റ് എന്തോ പിടിച്ചു കൊടുക്കുന്നു, സെറ്റിൽ ഇങ്ങനെ അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നു. അതിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിക്കല്ല, എല്ലാം ഓടി നടന്ന് ഹെൽപ്പ് ചെയ്യുന്നു. ലൈറ്റ് ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും മറ്റുള്ളവരെ ആണെങ്കിലും ഹെൽപ്പ് ചെയ്തുകൊണ്ട് നടക്കണം. ഇഷ്ടമാണോ ഇങ്ങനെ ഒരു? എനിക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് സെറ്റിൽ പോകാൻ ഇഷ്ടമാണ്, എനിക്ക് സെറ്റ് ഇഷ്ടമാണ്, എനിക്ക് ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഇഷ്ടമാണ്. സോ ആഫ്റ്റർ എ ബ്രേക്ക്, ഇപ്പം ഞാൻ മീനവയിൽ ചെയ്തപ്പോഴോ അല്ലെങ്കിൽ തൂഫാൻ മെയിൽ ചെയ്തപ്പോഴോ അല്ലെങ്കിൽ പണ്ടാരപ്പറമ്പ് ദീസ് വെബ് സീരീസ് ചെയ്തപ്പോൾ എൻ്റെ ടീമായിരുന്നു. എനിക്ക് പരിചയമുള്ള, ലൈക്ക് നമ്മൾ ഫോം ചെയ്യുന്ന ഒരു ടീമല്ലേ നമ്മളുടെ പ്രൊഡക്ഷൻ. അതിൽ നിന്ന് മാറി വേറൊരു പ്രൊഡക്ഷൻ, വേറൊരു ടീമായിട്ട് ഞാൻ ജോയിൻ ചെയ്തത് ഈ ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എനിക്ക് സെറ്റ് ഇഷ്ടമാണ്, എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ്, എനിക്ക് ലൊക്കേഷനിൽ പോകാൻ ഇഷ്ടമാണ്. ആൻഡ്
നല്ല നല്ല സ്നേഹമുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സപ്പോർട്ടാണ്. മേ ബി സീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ കമ്മിറ്റ്മെന്റ് ആണ്. സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ 30 അല്ലെങ്കിൽ 60 ദിവസത്തെ മന്ത് നൈസ് ടു മീറ്റ് എന്ന് പറഞ്ഞ് പോകാനുള്ളൊരു ഷോർട്ട് പീരിയഡ് ആണ്. ഇറ്റ്സ് എ ഷോർട്ട് പീരിയഡ്. നമുക്ക് ക്യാരക്ടറിന്റെ ബിഗിനിങ് എൻഡ് എല്ലാം അറിയാം ജോയിൻ ചെയ്യുന്ന മുമ്പ്. സീരിയൽ അങ്ങനെയല്ല, നമുക്ക് പോകുന്ന വഴി ലൈക്ക് ഒഴുകി ഒഴുകി പോകണം. So there's a lot of trust that is required on the set of serial. But it's a very different experience. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എല്ലാവരും എന്റർടൈൻ ചെയ്യും. ലൈക്ക് ഇറ്റ്സ് ആർട്ട് ആൻഡ് ഇറ്റ്സ് എന്റർടൈൻമെന്റ്. സോ എങ്ങനെയുണ്ട് അവിടുത്തെ നമ്മുടെ ഡയറക്ടർ സൈഡ് ആണെങ്കിലും പ്രൊഡ്യൂസർ സൈഡ് ആണെങ്കിലും അവിടുത്തെ ക്രൂസ് എല്ലാം? എല്ലാവരും ലൈക്ക് പുരുഷോത്തം സാറാണ് ഡയറക്റ്റ് ചെയ്യണേ. സാറ് ഞങ്ങള് സാറിനെ ഇറിറ്റേറ്റ് ചെയ്താണ് നടക്കണേ. ഹി ഹാസ് 2 daughters. So he knows like നമ്മള് അഡോപ്റ്റഡ് ഫാദർ ആക്കി സാറിനെ. അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിൽ ആന്റോ ചേട്ടനും പ്രതീഷ് ചേട്ടൻ തന്നെയാണ് ക്യാമറയും ചെയ്യണത്. സോ ഐ തിങ്ക് ദേ ആർ ഓൾ വെരി എക്സ്ട്രീംലി സപ്പോർട്ടീവ്. ദേ ആർ വെരി അവെയർ ഓഫ്. എനിക്ക് തോന്നുന്നു ആദ്യം അവർക്ക് ടെൻഷൻ ഉണ്ടായിരിക്കും. സിനിമയെന്ന് പറയുന്ന അർച്ചന കവി സീരിയലിലേക്ക് വരുമ്പം അഡ്ജസ്റ്റിംഗ് ആയിരിക്കോ ജാടയായിരിക്കോ അങ്ങനത്തെ ഒക്കെ ടെൻഷൻ അവർക്ക് ഉണ്ടായിരിക്കും. പക്ഷെ ഇപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഓക്കെ. അതുപോലെ തന്നെ ബസ്സിൽ കയറിയിട്ട് എന്തോ പ്രൊമോഷൻ ചെയ്തെന്നോ എന്തൊക്കെയോ അറിഞ്ഞല്ലോ, അതെന്താ സംഭവം? ഞാൻ എവിടെയും പ്രൊമോട്ട് ഞാൻ ബേസിക്കലി ട്രിവാൻഡ്രത്ത് ഞങ്ങൾ 10 ബസ്സോളം എടുത്തിട്ട് ഫ്രീ റൈഡ്സ് കൊടുത്തു. ദ ഓൺലി റിക്വസ്റ്റ് ഈസ് പ്ലീസ് വാച്ച് ആ ഷോ. ഓക്കെ. എങ്ങനെയാണ് പാംഫ്ലെറ്റ്സ് കൊടുത്തു. ഞാൻ കുറെ ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്തു. സീരിയൽ കാണുന്നവരെ ഇന്ററാക്ട് ചെയ്തു. അപ്പോൾ അവർക്ക് ആദ്യം തന്നെ അറിയാമായിരുന്നു റാണി രാജ അല്ലേ. അവർ അത്യാവശ്യം എല്ലായിടത്തും പ്രൊമോഷൻ ഉണ്ട്, പോസ്റ്റേഴ്സ് ഉണ്ട്. അപ്പം സീരിയലിനെ കുറിച്ച് എല്ലാവർക്കും അറിയായിരുന്നു. സോ ഇറ്റ് വാസ് നൈസ്. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു അമ്മമാർക്ക് എന്നെ കണക്ട് ചെയ്യുന്നത് മമ്മിയാൻമിയുടെ ജോല. മമ്മിയാൻമി കണ്ടിട്ടുണ്ട് കുർത്തക്കേടുള്ള കുട്ടി. അതാണ് കൂടുതലുള്ള കണക്ഷൻ. ഓഫ് കോഴ്സ് നീലതാമ്ര ഈസ് ദെയർ. സോ അവർ അങ്ങനെ കണ്ടിട്ട് ഇപ്പം അടുത്ത ഇടപെട്ട് അതും അവർ അറിഞ്ഞില്ല. അവർ ഇങ്ങനെ ബസ്സിൽ കയറിയപ്പോൾ ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റി പ്ലാൻ ചെയ്ത് ബസ്സാണെന്നൊന്നും അവർക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ക്യാമറയും വന്നു, 2-3 ആൾക്കാരും കയറി, ഞാനും കയറി ഇന്ററാക്ട് ചെയ്തപ്പോൾ ദേ വർ ഇനീഷ്യലി ഷൈ ആയിരുന്നു. പക്ഷെ വൺസ് ദേ സ്റ്റാർട്ട് ടോക്കിംഗ് ദേ ടോക്ക് ഫൈൻ. എല്ലാം ഫൈൻ ആയി. ഓക്കെ. 2009 സ്റ്റാർട്ട് ചെയ്ത് കരിയർ സ്റ്റാർട്ട് ചെയ്ത് അല്ലേ അവതാരകയായിട്ട്? അത് എൻ്റെ മുമ്പ് ലൈക്ക് ഐ തിങ്ക് 2006ഓളം ഞാൻ ആങ്കർ ആയിരുന്നു അല്ലെ. ആർജെ ആയിട്ട് നടന്നില്ല. ഒച്ചയും ഈ ഭാഷയും. ഒച്ചയ്ക്ക് എന്താ പ്രശ്നം? നല്ല സൗണ്ട് അല്ലേ, നല്ല പബ്ലിക്ലി പറയണം. എന്നെ ആൾക്കാർ പറയുന്നത് സുരേഷ് ഗോപിക്ക് ഒരു ഫീമെയിൽ അതാണ് എൻ്റെ ഒച്ച. സോ വോയിസ് ആൻഡ് മലയാളം ലാക്ക് ഓഫ് ലാംഗ്വേജ്. കാരണം ആർജെക്കാർ അടുപ്പിച്ചില്ല. ഓക്കെ. ഇനിയിപ്പം നമുക്ക് ഒരു ചെറിയ സെഗ്മെന്റിലേക്ക് പോകാം. റാണി രാജ സീരിയലിന്റെ ഒരു എപ്പിസോഡ് പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുകയാണ് അല്ലെ. അപ്പം അത് കണ്ടിട്ട് പ്രേക്ഷകർ നൽകിയിട്ടുള്ള കുറച്ച് കോമന്റ്സ് ആണ് ഞാനിപ്പം വായിക്കാൻ പോകുന്നത്. അതിന് അർച്ചന നൽകുന്ന സ്പോട്ട് റെസ്പോണ്ട് എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, അർച്ചനയുടെ ആക്ടിങ്ങും ദേവി ചേച്ചിയുടെ ഡബിങ്ങും പൊളി. എന്താണ് റിയാക്ഷൻ? എന്താ റിയാക്ഷൻ? താങ്ക് യു. അത് മാത്രമേ പറയാനുള്ളൂ അല്ലേ? ആകെ ഒരു എപ്പിസോഡേ വന്നിട്ടുള്ളൂ. ഓക്കെ. അടുത്തത് കലിപ്പന്റെ കാന്താരി. അതാണ് മെയിൻ. എനിക്കറിയില്ല. ഓക്കെ. അടുത്തത് എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ പൂജ ഉണ്ടല്ലോ അതും. അത് ഒരുപാട് ഞാൻ കണ്ടു. എനിക്ക് പൂജത്തന്നെ ലൈക്ക് എനിക്ക് തോന്നുന്നു സിനിമയിൽ വന്നപ്പോൾ ഷി വാസ് എൻ ആങ്കർ ആ സമയത്ത്. സോ ഇറ്റ്സ് നൈസ്. നല്ല രസമുണ്ട്. ആൻഡ് ഓൾറെഡി ആൾക്കാർക്ക് നല്ല പരിചയമുണ്ട് സീരിയൽ സ്പേസിൽ പൂജിതയാണ്. സോ പൂജിത ഭയങ്കര അടിപൊളി മെമ്പറാണ്. യെസ്, പൂജിതയുണ്ട്, ഞാനും ഉണ്ട് കേട്ടോ. എന്നെങ്ങടെ അല്ലേ, പ്ലീസ് സൈഡിക്കടെ അഡ്ജസ്റ്റ് ചെയ്യണം പ്ലീസ്. ഓക്കെ. അടുത്തത് അനുരാഗ വിലോചനായി ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതൊരിക്കലും മറക്കാൻ പറ്റില്ല. ഫസ്റ്റ് മൂവി ആൻഡ് ഫസ്റ്റ് സോങ്. റാണി രാജ പ്രൊമോ കണ്ടിട്ട് ഹീറോ വളരെ മാൻലി ആയിട്ട് തോന്നിയോ? അതെ.
ശരിക്കും പറഞ്ഞ ഋഷി ഭയങ്കര സെക്സിസ്റ്റ് ആണ് രാജ. അത് ഷോ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ഇത്രയും വലിയ ആളാണെങ്കിലേ പാവാണ്. നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ ഇച്ചോ ഇത്രയേ ഉള്ളൂ. സോ മാൻലി ലുക്കിലാണ്, പക്ഷെ ഹാർട്ട്ലി ഈസ് ലൈക്ക് വൺ കുഞ്ഞി ബോയ്. അടിപൊളിയാണ്. ഓക്കെ, ഇനി കളിയിൽ അല്പം കാര്യം. ഇത് ആർട്സിനെ കുറിച്ച് വെള്ളം കുടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. എന്തായിരിക്കും വെള്ളമില്ല, വെള്ളം തരത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും വെള്ളം ചിലപ്പോൾ ഇവിടുന്നൊക്കെ ഇങ്ങനെ വരും. എന്താന്ന് വെച്ചാൽ ഇത് അടുത്തൊരു ടാസ്ക് ആണ്. ഓക്കെ, ടാസ്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടങ് ട്വിസ്റ്റർ ആണ്. ടങ് ട്വിസ്റ്റ് എന്റെ പൊന്നെ, നേരെ ചൊവ്വേ മലയാളം പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ വളരെ എന്താ പറയാ, എനിക്ക് തന്നെ വായിച്ചിട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ,